ഹലോ വെൽക്കം ടു പെപ്പ് ലേണിംഗ്. CUT PG എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയാൽ കേരളത്തിൽ എവിടെയെല്ലാം പഠിക്കാം? മലയാളികൾ എന്ന നിലയ്ക്ക് സ്വാഭാവികമായിട്ടും കേരളത്തിൽ പഠിക്കാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ CUT PG ഇന്ത്യയിൽ തന്നെയുള്ള പല പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും മറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റികളിലേക്കും പ്രൈവറ്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലേക്കും ഒക്കെ നടക്കുന്ന പ്രവേശന പരീക്ഷയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഒട്ടാകെ നടക്കുന്ന ഒരു പ്രവേശന പരീക്ഷ എന്നുള്ളതോടൊപ്പം തന്നെ ഇന്ത്യയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം എന്നുള്ള നിലക്ക് തന്നെ കേരളത്തിൽ എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റുക CUT PG എഴുതിയാൽ എന്നുള്ളതാണ്. അപ്പം അവിടെയുള്ള കോഴ്സുകളെ കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് കേരളത്തിൽ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാസർഗോഡ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്ന് നോക്കാം. ഒന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള തന്നെയാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലുള്ള കോഴ്സുകൾ എന്ന് പറയുന്നത് ഒന്ന് MA എക്കണോമിക്സ് ആണ്. MA എക്കണോമിക്സിൻ്റെ കോഡ് COQP 10 ആണ് വരുന്നത്. ഡിഗ്രി ഏത് ഡിഗ്രി ഉള്ള ആളുകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ വരുന്നത് ഇംഗ്ലീഷ് ആൻഡ് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ എന്നുള്ള കോഴ്സാണ്. അത് LAQP 01 എന്ന് പറഞ്ഞ കോഴ്സിലാണ് ഈ പറയുന്ന ഇത് വരുന്നത്. മറ്റൊന്ന് ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് ലാംഗ്വേജ് ടെക്നോളജിയാണ്. പൊതുവെ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് കുറച്ച് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഗതിയാണ് ലാംഗ്വേജ് ടെക്നോളജി. അതുമായി ബന്ധപ്പെട്ട കോഴ്സാണ് LAQP 04 ആണ് വരുന്നത്. പിന്നെ വരുന്നത് ഹിന്ദി ആൻഡ് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ ആണ്. LAQP 02 എന്ന് പറയുന്ന പേപ്പർ കോഡാണ് വരുന്നത്. അതുപോലെ തന്നെ MA ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് എന്ന കോഴ്സ് വരുന്നുണ്ട്. അത് HUQP 18 ആണ്. അപ്പം IR പൊളിറ്റിക്കൽ സയൻസ് നല്ല ഡിപ്പാർട്ട്മെന്റ് ആണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ. നിങ്ങൾക്ക് MA മലയാളം കാണാം. MA മലയാളം നമുക്കറിയാം, മലയാളം പഠിക്കാനുള്ള വളരെ അപൂർവം ഓപ്ഷൻ മാത്രമാണ് CUT എഴുതി കഴിഞ്ഞാലുള്ളത്. അതിലൊന്നാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള പ്രൊവൈഡ് ചെയ്യുന്നത്. MA മലയാളം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. LAQP 23 ആണ് മലയാളം. MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പോളിസി സ്റ്റഡീസ് എന്ന കോഴ്സ് ഉണ്ട്. HUQP 18 എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊളിറ്റിക്കൽ സയൻസോ പബ്ലിക് അഡ്മിനിസ്ട്രേഷനോ ചെയ്യാവുന്നതാണ്. പിന്നെ MSW വരുന്നുണ്ട്. MSWന്റെ പേപ്പർ കോഡ് HUQP 21 ആണ്. HUQP 21 നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ MEd വരുന്നുണ്ട്. MEd COQP 15 ആണ്. BEd കഴിഞ്ഞ ആളുകൾക്ക് അവർക്ക് ഈ പറയുന്ന പോലെ MEd കോഴ്സിലേക്ക് പോവാം. അതുപോലെ തന്നെ സയൻസ് കോഴ്സുകളിലേക്ക് വരാണെങ്കിൽ MSc സുവോളജി വരുന്നുണ്ട്. MSc ബയോകെമിസ്ട്രി വരുന്നുണ്ട്. MSc കെമിസ്ട്രി വരുന്നുണ്ട്. MSc കമ്പ്യൂട്ടർ സയൻസ് വരുന്നുണ്ട്. MSc എൻവയോൺമെന്റൽ സയൻസ് വരുന്നുണ്ട്. MSc ജീനോമിക് സയൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ MSc ജിയോളജി വരുന്നുണ്ട്. MSc മാത്തമാറ്റിക്സ് വരുന്നുണ്ട്. MSc ബോട്ടണി വരുന്നുണ്ട്. MSc ഫിസിക്സ്, MSc യോഗ തെറാപ്പി വരുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ LLM പ്രോഗ്രാം, അതിപ്പോൾ LLB ഒക്കെ കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ളതാണ് LLM പ്രോഗ്രാം. COQP 14 ആണ്. MBA വരുന്നുണ്ട്. MBA വളരെ പ്രധാനപ്പെട്ടതാണ്. MBA ജനറൽ COQP 12 ആണ്. അതുപോലെ തന്നെ MBAയിൽ തന്നെ ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ സ്പെഷ്യലൈസേഷൻ വരുന്നുണ്ട്. അതും COQP 12 തന്നെയാണ്. MCOM ഉണ്ട്. MA കന്നഡ ഉണ്ട്. ഇപ്പം കർണാടക ഈ പറഞ്ഞ പോലെ ബോർഡർ ഷെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ കാസർഗോഡ് ഇല്ലായതുകൊണ്ട് തന്നെ MA കന്നഡ വരുന്നുണ്ട്. LAQP 16 ആണ്. MPH പബ്ലിക് ഹെൽത്ത് COQP 19. MPHും വളരെ അപൂർവം മാത്രം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ മാത്രം കാണപ്പെടുന്ന ഒരു കോഴ്സ് കൂടിയാണ് MPH പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇത്തരം കോഴ്സുകളാണ് നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുക. കാസർഗോഡ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി കേരളത്തിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി CUT 2 വരുന്നൊരു യൂണിവേഴ്സിറ്റിയാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലല്ല ഉൾപ്പെടുന്നത്, എന്നാലും ഒരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി എന്നുള്ള സ്വഭാവത്തിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് സെൻട്രൽ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ്. സെൻട്രൽ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് പ്രധാനമായിട്ടും MA അപ്ലൈഡ് എക്കണോമിക്സ് ആണ് കൊടുക്കുന്നത്. JNUവിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് CDSൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക. ട്രിവാൻഡ്രത്താണ് ക്യാമ്പസ് വരുന്നത്. MA അപ്ലൈഡ് എക്കണോമിക്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് കേരളത്തിലുള്ള മറ്റൊരു യൂണിവേഴ്സിറ്റി എന്ന് പറയാൻ പറ്റുന്ന ഡിജിറ്റൽ പ്രോഗ്രാമിന് വേണ്ടി സ്ഥാപിതമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളത്തിൽ തന്നെ
ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. നിങ്ങൾക്ക് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള വളരെ സുപ്രധാനമായിട്ടുള്ള, പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള എംടെക് പ്രോഗ്രാം കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയർ. അപ്പോൾ ബിടെക്കുകാർക്ക് CUT കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമുണ്ട്. ബിടെക് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ എംടെക്കിൻ്റെ CUQP ഈ പറയുന്ന പോലെ MTQP04 എഴുതാം. MSc കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ സൈബർ സെക്യൂരിറ്റി, കമ്പ്യൂട്ടർ സയൻസ് SCQP09 ആണ് എഴുതേണ്ടത് ഈ പറയുന്ന പോലെ കമ്പ്യൂട്ടർ സയൻസ് പോലെയുള്ള കോഴ്സുകൾക്ക്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ മെഷീൻ ഇന്റലിജൻസ് മറ്റൊരു പ്രധാനപ്പെട്ട സ്പെഷ്യലൈസേഷൻ ആണ്. ഇതൊക്കെ വലിയ സാധ്യതകളുള്ള, നിങ്ങൾക്ക് ഭാവിയിൽ കരിയർ രൂപപ്പെടുത്താൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള കോഴ്സാണ്. കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഡാറ്റ അനലിറ്റിക്സ് വളരെ സുപ്രധാനമായിട്ടുള്ള കോഴ്സാണ്. ഇതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. SCQP09 27 SCQP19 SCQP24 ഏത് എഴുതിയാലും നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ്. ഡാറ്റ അനലിറ്റിക്സ് ആൻഡ് ബയോ AI ഇതൊക്കെ പുതിയ വളരെ വ്യത്യസ്തമായിട്ടുള്ള, അപ്പോൾ കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആണ് ഇങ്ങനത്തെ ഡിജിറ്റൽ സ്വഭാവത്തിൽ വരുന്ന, ടെക്നിക്കൽ സ്വഭാവത്തിൽ വരുന്ന വളരെ വെറൈറ്റി ആയിട്ടുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഡാറ്റ അനലിറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടേഷണൽ സയൻസ്, ഡാറ്റ അനലിറ്റിക്സ് ആൻഡ് ജിയോ ഇൻഫർമാറ്റിക്സ്, MTech ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, MTech ഇലക്ട്രോണിക് പ്രൊഡക്റ്റ് ഡിസൈൻ, MSc ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ MSc അപ്ലൈഡ് ഫിസിക്സ് സയൻസ് കോഴ്സിൽ വരുന്നതാണ്. MSc അപ്ലൈഡ് ഫിസിക്സ്, സാധാ ഫിസിക്സ് അല്ല, അപ്ലൈഡ് ഫിസിക്സ് ആണ് മനസ്സിലാക്കണം. BSc BTech BCA MBBS ഒക്കെ കഴിഞ്ഞ ആളുകൾക്ക് പോകാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള കോഴ്സാണ്. ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ MBA വരുന്നുണ്ട് CUQP12. MSc എക്കോളജി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ എക്കോളജിക്കൽ ഇൻഫർമാറ്റിക്സ്, എക്കോളജിയും ഇൻഫർമാറ്റിക്സും കണക്ട് ചെയ്തുകൊണ്ടുള്ള കോഴ്സാണ് ഇത് വരുന്നത്. ഇത് ഒരു ഈ പറയുന്ന പേപ്പർ കോഡൊക്കെ എഴുതിയ ആൾക്ക് കൊടുക്കാം. SCQP01 7 8 11 14 17 19 24 27 28 ഈ പേപ്പറിൽ ഏത് പേപ്പർ എഴുതി കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കോഴ്സിലേക്ക് പോകാൻ പറ്റും. എല്ലാ പേപ്പർ എഴുതിയാലും പോകാൻ പറ്റിയ ഒരു കോഴ്സ് ഉണ്ട് അവിടെ. LAQP ഏത് പേപ്പർ എഴുതിയാലും പോകാൻ പറ്റുന്ന സാധനമാണ് MSc ഇൻഫർമാറ്റിക്സ്. നിങ്ങൾക്ക് ഏത് പേപ്പർ എഴുതിയാലും കണ്ടല്ലേ, ഈ പറയുന്ന കംപ്ലീറ്റ് പേപ്പർ കോഡും അതിൽ കൊടുത്തിട്ടുണ്ട്. LAQP മുതൽ COQP മുതലുള്ള മൊത്തം പേപ്പർ കോഡ് എഴുതിയാൽ നിങ്ങൾക്ക് പറ്റുന്ന സാധനമാണ്. എനി ഡിഗ്രിയാണ്. അപ്പോൾ എനി ഡിഗ്രി ഉള്ള ആളുകൾക്ക് പഠിക്കാൻ പറ്റിയ കോഴ്സാണ് MSc ഇൻഫർമാറ്റിക്സ്. എന്താണ്, മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഇൻ ഡിജിറ്റൽ ലീഡർഷിപ്പ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. നിങ്ങൾ ഏത് കോഴ്സ് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നതാണ് ഈ കോഴ്സിൻ്റെ പ്രത്യേകത എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത്രയുമാണ് നിങ്ങൾക്ക് കേരളത്തിലുള്ള 3 സാധ്യതകൾ. മലയാളികൾ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് കേരളത്തിൽ പഠിക്കാനാണ് താല്പര്യമെങ്കിൽ ഒന്നെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ട്രൈ ചെയ്യാം, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ട്രൈ ചെയ്യാം, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ട്രൈ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് CDS ട്രിവാൻഡ്രം ട്രൈ ചെയ്യാം. എക്കണോമിക്സ് കോഴ്സാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നെങ്കിൽ. സോ CUT PGയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സും വിവരങ്ങൾക്കും നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടുതൽ വിശദാംശങ്ങൾക്ക് നിങ്ങൾക്ക് ബെല്ലൈക്കൺ കൂടി അമർത്തി കഴിഞ്ഞാൽ കൃത്യമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുകയും ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. Thank you.